ഇസ്രയേലിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് വിമാനങ്ങൾ വഴി അമേരിക്ക പശ്ചിമേഷ്യയിലെ ഗസയിൽ 38,000 ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്തു എന്ന വാർത്ത വരുന്നു. റഫേലെ ഇസ്രയേൽ ആക്രമണത്തിൽ ടെൻറ്റിൽ കഴിഞ്ഞ 12 പേർ കൊല്ലപ്പെട്ട വാർത്തയും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. എന്തായാലും ഈ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം പി ജെയിംസ് ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഹായ്. ചില പ്രേക്ഷകരൊക്കെ എന്നോട് രഹസ്യമായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, പി ജെയിംസ് പള്ളിയിലൊന്നും പോകാറില്ലേ? ഇതൊക്കെ വിശ്വാസമൊക്കെ മനസ്സിലല്ലേ സ്കൈൻ? ഓക്കെ, അത് മതി. മനസ്സിലുള്ള വിശ്വാസമാണല്ലോ ഏറ്റവും വലിയ വിശ്വാസം, അതല്ലേ എല്ലാം. ഓക്കെ, അപ്പം ഗസയിലെ കാര്യം യഥാർത്ഥത്തിൽ ഇസ്രയേലുമായിട്ട് ഈ UN-ലൊക്കെ വരുമ്പോൾ ഇസ്രയേലിൻ്റെ നിലപാടുകളെ അംഗീകരിക്കുകയും എന്നാൽ ഭക്ഷണപ്പൊതികൾ എത്തിച്ച് ലോകത്ത് ഒരു പബ്ലിക് ഒപ്പീനിയൻ തങ്ങൾക്ക് അനുകൂലമാക്കാനും അമേരിക്ക ശ്രമിക്കുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രൈമറി തെരഞ്ഞെടുപ്പുകളിൽ അറബ് വംശജരായ അവരുടെ വോട്ടുകൾ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജോ ബൈഡൻ്റെ ഒരു വലിയ നിർബന്ധമാണ് ഇക്കാര്യത്തിൽ ഇസ്രായേൽ ഒരു താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറാവണം. അത് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷേ വെടിനിർത്തൽ നടക്കുന്നില്ല. അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ എതിർപ്പുകളെ അവഗണിച്ച് 3 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ C-150 എന്ന ട്രാൻസ്പോർട്ട് വലിയ വിമാനങ്ങളിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തത്. അത് മുകളിൽ നിന്ന് പാരച്യൂട്ട് വഴി വിതരണം ചെയ്യുകയായിരുന്നു, താഴേക്ക് ഇടുകയായിരുന്നു. യഥാർത്ഥത്തിൽ 38,000 പേർക്കാണ് നൽകിയത്. പക്ഷേ ഇതൊന്നും പോരാ, കാരണം 3-4 ലക്ഷം പേര് കടുത്ത പട്ടിണിയിലാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് സ്കൂളിലെ കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത ആ രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒരു ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് ഇതൊന്നുമല്ല. പക്ഷെ അതൊരു സിംബോളിക്കാണ്. ഇസ്രായേല് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കാൻ കാത്തുനിന്ന ആയിരങ്ങൾക്ക് മേൽ ഇസ്രായേൽ വെടിവെപ്പ് നടത്തുകയും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തുകയും 115-ലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തതിനെതിരെ അമേരിക്ക, യൂറോപ്പ്, അറബ് രാജ്യങ്ങൾ, ലോകം മുഴുവൻ പ്രതിഷേധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക നിർബന്ധപൂർവ്വം ഈ നിലപാട് കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് ഇസ്രായേലിനോടുള്ള അതൃപ്തി കൂടിയാണ് കാണിക്കുന്നത്. ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. ഇന്ത്യ ഇതേ രീതിയിൽ ശ്രീലങ്കയിൽ ജാഫ്നയിൽ പോയി രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തിട്ടുണ്ട്. SK ഓർക്കുന്നുണ്ടാവും. എന്തായാലും ഇസ്രായേൽ ഇതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല. റഫേൽ ഈ മണിക്കൂറുകളിൽ നടത്തിയ ആക്രമണത്തിൽ ടെൻറ്റിൽ കഴിഞ്ഞിരുന്ന പാവപ്പെട്ട 12 മനുഷ്യർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. SK അതിനിടയിൽ ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം തുടരുകയാണ്. ഏറ്റവും അവസാനം ഹൂതികൾ ആക്രമിച്ച കപ്പൽ മുങ്ങി എന്ന വാർത്ത ഈ മണിക്കൂറുകളിൽ വരുന്നു. ഹൂതികൾ ഒരുപാട് കപ്പലുകൾക്ക്, ഏതാണ്ട് 30-ലേറെ കപ്പലുകൾ ആക്രമിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു കപ്പൽ മുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം അങ്ങനെ പെട്ടെന്നൊന്നും തീരുമെന്ന ലക്ഷണമില്ല. പക്ഷേ ഇന്ന് വീണ്ടും കെയ്റോയിൽ, ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിൽ ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഖത്തറുണ്ട്, ഈജിപ്തുണ്ട്, അമേരിക്കയുണ്ട്, ഇസ്രായേലും ഹമാസും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ റമദാൻ മാസം മാർച്ച് 10-ന് ശേഷം 11-ന് ആരംഭിക്കുക. അതിനു മുമ്പ് യുദ്ധം നിർത്തണമെന്നുള്ള രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. കാരണം റമദാൻ മാസത്തിൽ ഒരു യുദ്ധം വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അലക്സ പള്ളിയുണ്ട് അവിടെ. അലക്സ പള്ളി ജെറുസലമിൻ്റെ അടുത്താണ്, ഇസ്രായേൽ അതിർത്തിയിലാണ്. ലോകത്തിലെ 3ാമത്തെ വിശുദ്ധ കേന്ദ്രമാണ് ഇസ്ലാം മത വിശ്വാസികൾക്ക്. അവിടെ പ്രാർത്ഥിക്കാൻ പോകണം, അവിടെ തടയാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും സംഘർഷമുണ്ടാവും. അതുകൊണ്ട് യുദ്ധസമയത്ത് അവിടെ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ യുദ്ധം നിർത്തേണ്ടി വരുമെന്ന് ഇസ്രായേലിന് അറിയാം. ഇല്ലെങ്കിൽ അത് വല്ലാത്ത രീതിയിൽ അറബ് ലോകത്ത് 200 കോടിയിലേറെ ഇസ്ലാം മത വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിക്കുന്നൊരു സംഭവമായിട്ട് മാറും. അപ്പോൾ ഒരു വെടിനിർത്തലിന് വേണ്ടി അമേരിക്കയും അറബ് രാജ്യങ്ങളും യൂറോപ്പൊക്കെ നിർബന്ധിക്കുന്നുണ്ട്. ഇസ്രായേലിന് വഴങ്ങേണ്ടി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SK ജെയിംസെ, മറ്റൊരു കാര്യം, ഈ പാകിസ്ഥാനിലേക്ക് അയച്ചതാണെന്ന് വിശ്വസിക്കുന്ന ഈ ആണവായുധ സാമഗ്രികൾ, അതായത് ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ നമ്മുടെ മുംബൈയിലെ തീരത്ത് കസ്റ്റംസ് തടഞ്ഞു വെച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു. എന്തായാലും അതൊരു വിവാദമായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? SK എല്ലാ കാലത്തും ഇന്ത്യക്ക് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുന്നത് ചൈന പാകിസ്ഥാൻ ബന്ധമാണ്. 1962-ലെ യുദ്ധത്തിലുണ്ട്, അതിന് 65-ലെ പാകിസ്ഥാനുമായിട്ട് 71-ലൊക്കെ ചൈന പാകിസ്ഥാൻ്റെ പക്ഷത്ത് നിന്നാണ് നമുക്കെതിരെ പ്രശ്നമുണ്ടാക്കുന്നത്. 72-ൽ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന നിക്സനെ സ്വീകരിച്ചത് മാവോ സേതുങ്ങും ചവൻലായും ചേർന്നാണ്. ഒരുപക്ഷെ അമേരിക്ക ചൈന ബന്ധത്തിലുണ്ടായ ബിസിനസ് വളർച്ചയുടെ ഒക്കെ കാരണം അതായിരുന്നു. ഇതൊക്കെ വലിയതിലായി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് ഉള്ള പോർട്ടിൽ നിന്ന് ഒരു മാൾട്ടയുടെ സ്റ്റാർ ഉള്ള ഒരു കപ്പലിൽ പാകിസ്ഥാനിലേക്ക് കോസ്മോസ് എന്ന അവരുടെ ഒരു ആയുധ സാമഗ്രികൾ മുംബൈയിൽ എത്തിയത്. അവിടെ വെച്ച് അത് തടഞ്ഞിട്ടു. കണ്ടെത്തിയത് ആണവായുധങ്ങളുടെ സാമഗ്രികളാണ് അതുള്ളത്. ഇറ്റാലിയൻ നിർമ്മിതമായിട്ടുള്ള ന്യൂമെറിക്കൽ കമ്പ്യൂട്ടറുകളാണ്. അത് സാധാരണ ഉപയോഗിക്കുന്നത് ആണവായുധ നിർമ്മാണത്തിലും ആണവായുധങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കുമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ആണവായുധ
നിർമ്മിക്കാനായി ചൈന നൽകുന്ന ഒരു സഹായമായിട്ടാണ് ഇതിന് ഇന്ത്യ വിലയിരുത്തിയിട്ടുള്ളത്. ഇത് അതീവ സുരക്ഷാ മേഖലയാണ് എന്ന് മാത്രമല്ല, ചൈനയുമായി ചേർന്നുകൊണ്ട് പാകിസ്ഥാൻ അടുത്തിടെയാണ് ആണവ ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നത്. ഒപ്പം തന്നെ അവർ കപ്പലുകൾ നിർമ്മിക്കുന്നുണ്ട്, യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യ വളരെ സൂക്ഷിച്ചാണ് ഇത് തടഞ്ഞിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയ വാർത്തയായിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഇതിനിടയിൽ എസ്കെയിൻ ചൈനയും മാലദ്വീപുമായിട്ടുള്ള ബന്ധം ഇന്ത്യക്ക് വല്ലാതെ തലവേദനയായിട്ടുണ്ട്. അവിടെ ചൈനയുടെ ചാരക്കപ്പൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയെ വളഞ്ഞു വെക്കുന്നൊരു പരിപാടിയാണ്. പാകിസ്ഥാനിലേക്ക് അണവായുധ സാമഗ്രികൾ, മാലദ്വീപിൽ ചാരക്കപ്പലെത്തുന്നു, ബംഗ്ലാദേശിൽ പുതിയ ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നു. ആകെ ശ്രീലങ്ക മാത്രമാണ് ഇപ്പോൾ ചൈനീസ് ബന്ധത്തിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നത്. കാരണം ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ സഹായം എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്ക് ചൈനീസ് കപ്പലുകൾ, ചാരക്കപ്പലുകളൊക്കെ വരുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് ശ്രീലങ്ക. അവിടെ ഇന്ത്യയുടെ ടൂറിസം കൂടുന്നു. മാലദ്വീപ് വിട്ട് ജനങ്ങളൊക്കെ ശ്രീലങ്കയിലേക്ക് പോകുന്നു. ഏറ്റവും അവസാനം ഏറ്റവും ഇതായിട്ടുള്ളത് മൗറീഷ്യസ് ഇന്ത്യയുടെ സഹായത്തിന് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ മാലദ്വീപ് വിടുമ്പോൾ മൗറീഷ്യസ് ഇന്ത്യയുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ നാവിക സ്ട്രിപ്പ് സ്ഥാപിക്കുന്നു. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നാവികത്താവളം അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യുന്നു. മാലദ്വീപിൽ നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കാൻ ഇന്ത്യയുടെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കാണേണ്ടി വരും. എസ്കെൻ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി പി ജെയിംസ് നാളെ 9:15 ചേരും.